അഞ്ചേട്ടൻ സ്വാമി ആയത് കാരണം രാവിലെ തന്നെ അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിയാണ് കേട്ടോ പതിവ്. അപ്പൊ പിന്നെ ഞാൻ ഇതുവരെ പോയിട്ടില്ല, അങ്ങനെ അമ്പലക്കുളത്തിലൊന്നും കുളിക്കുന്ന കാണാനൊന്നും പോയിട്ടില്ല. നമ്മൾ ഈ സിനിമയിലൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. ഞാനും എന്നാൽ കൂടെ വെച്ച് പിടിച്ചു. അപ്പൊ അത് അക്കു ഞങ്ങളെക്കാളും മുന്നേ റെഡിയായി നിൽക്കുന്നു. ശരി, എന്നാൽ അക്കുവിനെയും കൊണ്ടുപോകാം, തൊഴുതും കൂടി അമ്പലത്തിൽ തൊഴുതും കൂടി വന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങ് പോയി, അമ്പലക്കുളത്തിലേക്ക് പോയി. അതാ അവിടെ ചെന്നു, അമ്പലത്തിലെത്തി. ആൾക്കാരൊക്കെ കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടേക്ക് താൻ ചേട്ടൻ അമ്പലക്കുളത്തിന്റെ ഫ്രണ്ടിൽ കൂടെ വേറെ വഴിയുണ്ട്, പക്ഷെ കുളത്തേക്ക് കുളിക്കാൻ പോകാൻ വേണ്ടി ബാക്ക് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. അതുവഴി പോയി. അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി സെറ്റാക്കി. ഈ കുളത്തിൽ നീന്തണതും മുങ്ങി നിവരണതും ഒക്കെ വീഡിയോ എടുക്കാം. ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണല്ലോ, ഒരു കുളിസീൻ കാണാമെന്ന രീതിയിൽ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഓണാക്കി അങ്ങോട്ട് ചെന്ന് കേട്ടോ. നിർഭാഗ്യവശാൽ അങ്ങോട്ടേക്ക് അടുക്കുന്തോറും ആൾക്കാരുടെ ചെരുപ്പുകളും ഒച്ച സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന്. പഞ്ചേട്ടൻ പറഞ്ഞിടി ഇവിടെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ ആണെങ്കിൽ ഇങ്ങോട്ട് വരൽ പറ്റത്തില്ല, നീ ഇതാ ഇതുവഴിയുള്ള വഴി പോയി ഫ്രണ്ടിൽ നീ ഒക്കും കൂടി തൊഴുതു നിന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്നാലും നോക്കാം, അവിടെ വരെ പോയി നോക്കാമെന്ന രീതിയിൽ. പക്ഷേ അവിടെ ചെന്നപ്പോൾ ദാ അവിടെ നിറയെ ആളുകൾ കുളിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ അഞ്ചേട്ടൻ്റെ കുളിസീൻ പിടിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ ചെന്ന ആൾക്കാരെല്ലാം കൂടെ അവരുടെ കുളിസീൻ പിടിക്കാൻ പോയതാന്ന് കരുതി അലമ്പാക്കണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ സാഡെന്ന് കരുതിയിട്ട് തിരിച്ചതാ ഞാനും ഒക്കെ കൂടെ ഫ്രണ്ടിൽ കൂടെ വന്ന് ഇറങ്ങി. ഒരു കുഞ്ഞ് അമ്പലമാണ് കേട്ടോ, കുറേ പഴക്കമുള്ള അമ്പലമാണ് ഇത്, കുറച്ചൊരു കുഞ്ഞമ്പലമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് ഒക്കെ കേൾക്കുന്നുണ്ട്, അമ്പലത്തിൽ നല്ല ഭക്തിഗാനമൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊരു ശിവന്റെ ക്ഷേത്രമാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ പേര് നോക്കിയില്ല, ഞാൻ ചോദിക്കാനും മറന്നു അമ്മയോട്. ഇതാ ഈ കാണുന്നതാണ് കുഞ്ഞൊരമ്പലമാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഞങ്ങളിത് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് അഞ്ചേട്ടൻ മുങ്ങി നിവർന്ന് ഉള്ളിൽ കയറാന്ന്. ദാ അഞ്ചേട്ടൻ്റെ ഒരു മിന്നായം പോലെ അവിടെ മുങ്ങി കുളിക്കുകയാണ്, കുളിച്ച് തിമിർക്കുകയാണ്. ദാ കുളി കഴിഞ്ഞ് വന്നു. ഡ്രസ്സ് ആലിൻ്റെ അവിടെ വെക്കാൻ പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് അവിടെ കുറേ ആൾക്കാർ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു, ആലിന് പ്രദക്ഷിണം വെക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ പോയി വണ്ടിയെ വെച്ച് എന്നിട്ട് തിരിച്ച് വന്ന് അകത്ത് കയറി തൊഴുതിട്ട് അതാ ഞങ്ങളിങ്ങനെ പിന്നെ അമ്പലത്തിന് വലം വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് പോകണ്ടായോ, അതിന് വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ വലം വെച്ചു. അപ്പോഴത്തേക്ക് അഞ്ചേട്ടനും അക്കുവും കൂടിയിട്ട് വണ്ടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കുളത്തിൻ്റെ അവിടെ ചെരുപ്പുണ്ടായിരുന്നു, അതുവഴി പോയിട്ട് അവർ രണ്ട് വണ്ടിയിൽ കയറി സെറ്റായിരിക്കുകയാണ്. തിരിച്ചതാ നമ്മൾ വന്നു നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു പൂച്ച റോഡിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇനി കറുത്ത പൂച്ചയാണെങ്കിൽ അപശകുനമൊക്കെ ആണെന്ന് ഓർത്ത് മഞ്ചനം മുന്നൊന്ന് പോയേടിയൊന്നെന്ന് പറഞ്ഞു. ഓരോ സിനിമയും സീരിയലും കണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുക നിനക്കല്ലേ, ഓരോ അന്ധവിശ്വാസങ്ങളും കൊണ്ടെന്ന് പറഞ്ഞു. ദാ നമ്മൾ നമ്മളെ വീടിൻ്റെ അവിടേക്ക് എത്തി. അക്കു ഞങ്ങളെ രണ്ടാളുടെ നടുക്കാണ് ഇട്ടായിരുന്നത്. ഫ്രണ്ടിലിരിക്കാൻ ഭയങ്കര ഈ ഒരു തണുപ്പ ടൈമല്ലേ, വെറുതെ തണുപ്പടിച്ച് പനിയെ കണ്ടതായി കാണുന്നതാണ് നമ്മളെ വീട്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി.